ഹൈ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള IIT-കളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ JEE അഡ്വാൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വർഷത്തെ JEE അഡ്വാൻസ് എക്സാം എന്ന് പറയുന്നത് മെയ് 18-നാണ്. അപ്പോൾ മെയ് 18 നടക്കാൻ പോകുന്ന JEE അഡ്വാൻസ് ആക്ച്വലി ആർക്കാണ് എഴുതാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ജനുവരിയിലും അതുപോലെ തന്നെ ഏപ്രിലും 2 ഫേസുകളിലായി നടന്ന JEE മെയിൻ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ കൃത്യമായ ക്രൈറ്റീരിയ NTA മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ആക്ച്വലി ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളുണ്ട്. ഈ 2.5 ലക്ഷം ആളുകൾക്കാണ് ആക്ച്വലി JEE അഡ്വാൻസ് എഴുതാനായിട്ട് സാധിക്കുക. മെയ് 2 വരെയാണ് JEE അഡ്വാൻസിനുള്ള രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷനാണ്. JEE മെയിനിന് അപ്ലൈ ചെയ്തത് പോരാ, നമ്മൾ JEE അഡ്വാൻസിന് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.jeeadv.ac.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ JEE അഡ്വാൻസിന് രജിസ്റ്റർ ചെയ്യണം. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, 2024-ലും 2025-ലോ +2 ബോർഡ് എക്സാം എഴുതിയ ഒരാൾക്ക് മാത്രമേ JEE അഡ്വാൻസിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ JEE മെയിനിൻ്റെ റാങ്ക് ലിസ്റ്റിൽ NTA പറഞ്ഞിരിക്കുന്ന അതേ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ കൂടിയായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് JEE മെയിനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് കാറ്റഗറിയാണോ കൊടുത്തിരിക്കുന്നത് ആ കാറ്റഗറിയായി മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ JEE അഡ്വാൻസിന്. അപ്പോൾ കാറ്റഗറി ചേഞ്ച് ചെയ്യാനോ പുതിയ കാറ്റഗറി ആഡ് ചെയ്യാനോ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അവിടെ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ കൊടുത്തിരിക്കുന്നത് ആ കാറ്റഗറിയായി മാത്രമേ നിങ്ങളെ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് തിരുത്താൻ നമുക്കിവിടെ അവസരമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി JEE അഡ്വാൻസിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പുതിയ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. JEE മെയിനിന് നമ്മൾ കൊടുത്ത കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ വാലിഡ് അല്ല. അപ്പോൾ പുതിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2025 ഏപ്രിൽ 1-ന് ശേഷമുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ JEE അഡ്വാൻസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വാങ്ങിക്കേണ്ടതുണ്ട്. അത് 2 വഴികളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്നുകിൽ അക്ഷയ സെൻറ്റർ ത്രൂ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ JEE അഡ്വാൻസിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആ ഫോർമാറ്റ് തഹസിൽദാരെ സൈൻ ചെയ്യിച്ച് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. രണ്ടും ഒരേ വാലിഡിറ്റി തന്നെ ഉണ്ടാവുക, ഒരു വ്യത്യാസം ഉണ്ടാവില്ല, അതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ മെയ് 2-നുള്ളിൽ പുതിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യവും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ഡൗൺലോഡ് ചെയ്യുക, പാരൻറ്റും കാൻഡിഡേറ്റും സൈൻ ചെയ്ത് ആ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്താൽ മതി. ആ ഡിക്ലറേഷനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, പകരം ജോസ സീറ്റ് അലോക്കേഷൻ വരുന്ന സമയത്ത്, അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തു കൊള്ളാം എന്ന് പറയുന്നൊരു ഡിക്ലറേഷനാണ്. ആ സമയത്ത് നിങ്ങളത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം കിട്ടും. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞാൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ആൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും JEE അഡ്വാൻസ് എഴുതാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് JEE മെയിനിൻ്റെ മാർക്ക് ലിസ്റ്റിൽ മാർക്കാണെന്നുള്ള കാര്യം. അപ്പോൾ ഒന്നുകൂടി ഞാനത് പറയാം. ജനറൽ കാൻഡിഡേറ്റിന് 2025 JEE മെയിൻ എക്സാമിൽ 93.1023% സ്കോർ ചെയ്തവർക്കും, അതുപോലെ തന്നെ PWD കാറ്റഗറി ആണെങ്കിൽ 0.00793% സ്കോർ ചെയ്ത ആളുകൾക്കും, EWS കാറ്റഗറി ആണെങ്കിൽ 80.383% സ്കോർ ചെയ്ത ആളുകൾക്കും, OBC കാറ്റഗറിയിൽ 79.431%, അതേപോലെ SC കാറ്റഗറി ആണെങ്കിൽ 61.152% സ്കോർ ചെയ്ത ആളുകൾക്കും, ST കാറ്റഗറിയിൽ 47.9% സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്കുമാണ് JEE അഡ്വാൻസിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇത്രയും ആളുകളെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ഏകദേശം 2,50,000 ആളുകൾക്ക്, 2.5 ലക്ഷത്തോളം ആളുകളാണ് ഈ ക്രൈറ്റീരിയ ആക്ച്വലി ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2.5 ലക്ഷം ആളുകൾക്കാണ് JEE അഡ്വാൻസ് എഴുതാനായിട്ട് സാധിക്കുക. ഇനി ഫീയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള ബോയ്സിന് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലെ കുട്ടികൾക്ക്, അത് ബോയ്സിന് മാത്രമാണ് 3,200 രൂപയാണ് ഫീ എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഗേൾസിന് ആക്ച്വലി 1,600 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരിക. ഇനി നിങ്ങൾ SC ST PWD കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് 1,600 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഫീനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ JEE അഡ്വാൻസിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന് നിങ്ങളുടെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് എല്ലാ കാൻഡിഡേറ്റ്സിനും നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ക്ലാസ് 12 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്ലാസ് 12ൻ്റെ മാർക്ക് ഷീറ്റാണ്.
ഓക്കെ. പക്ഷേ 2025 അതായത് ഈ വർഷം ഇപ്പോൾ പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു ബോർഡ് എക്സാമിൻ്റെ മാർക്ക് ഷീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, പിന്നീട് നമുക്ക് ചെയ്യാം. പക്ഷേ 2024 ബോർഡ് എക്സാം എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത്, ആ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് മുമ്പ് ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ജെഇ അഡ്വാൻസിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 സ്റ്റേജുകളിലായിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്, രണ്ടാമത്തേത് ഡോക്യുമെൻറ്റ് അപ്ലോഡിംഗ് ആണ്, മൂന്നാമത്തേത് ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ വീഡിയോ കൃത്യമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാര്യങ്ങളെല്ലാം ജെഇ അഡ്വാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT-കളിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജെഇ അഡ്വാൻസ് എഴുതേണ്ടതുണ്ട്. സോ മക്കളെ, രജിസ്റ്റർ ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്.